ഹായ് ഓൾ, ഹൗ ആർ യു? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇന്നിപ്പോ ഒരു വീഡിയോ നമ്മളെല്ലാം എന്താ പറയുക വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമുക്കൊരു എന്താ പറയുക എല്ലാവരും സ്വിംഗ് ട്രേഡിങ്ങിലേക്കാണ്. കുറെ ആൾക്കാരൊക്കെ എന്താ പറയുക നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലാതെ പുറത്ത് നമ്മളെന്താ പറയുക ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരാൻ ഒരു മടിയുണ്ട്. കാരണം അതിൽ ഒരു ലോസ് വരാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്ന എന്താണ്, ഒരു ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിലേക്കാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ്, നല്ലൊരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ 3 മാസം വരെ സ്വിംഗ് ട്രേഡിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വർഷം വരെയൊക്കെ നമ്മൾ ഇടാറുണ്ട്. പിന്നെ നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിഷയമല്ല, നമുക്കത് എന്താ പറയാ നല്ല രീതിയിൽ നമുക്കൊരു 1-2 വർഷം കഴിയുമ്പോൾ നല്ല റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യും, അത് വിഷയമില്ല. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇന്നൊരു ഒരു ഒരു സംഭവം ഒരു പരിപാടി നമ്മൾ തുടങ്ങിയത് എന്ന് വെച്ചാൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് സ്വിംഗ് പ്രോ ട്രേഡിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രോ ആയിട്ടുള്ള ട്രേഡിംഗ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ പ്രോഫിറ്റ്, ചെറിയ എന്താ പറയുക ലോസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്കൊരു ഒരു മാക്സിമം ഒരു ആഴ്ച അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ഒരു മാസം അതിന്റെ മേലൊക്കെ പോകില്ല. അതിന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആ സ്ട്രാറ്റജി അല്ല നമ്മൾ പഠിക്കുന്നത്, അതിലേക്കുള്ള സ്റ്റോക്സ് ഏതൊക്കെ സ്റ്റോക്കാണ് നമുക്ക് സെലക്ട് ചെയ്യാത്ത, അതിൻ്റെ അത് പ്രിഫറബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോകുന്നത്. അപ്പൊ അതിന് എന്താ പറയുക നമുക്ക് ഇതിനകത്ത് വരണം എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ സെലക്ഷൻ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം. നമുക്കൊരു സ്റ്റോക്സ് ഈ മാസമൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്സ് എല്ലാം ബ്ലൂ ചിപ്പ് സ്റ്റോക്സുകളാണ്. അതൊന്നും എന്താ പറയുക പേടിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്നും എന്താ പറയുക അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരുന്ന ഒരു സ്റ്റോക്സ് ഒന്നല്ല. ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഹോൾഡിങ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് തരാം. ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വന്നാലും റിട്ടേൺസ് തരാം. പക്ഷെ എന്നിരുന്നാലും നമ്മളോട് എന്താ പറയുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിന്റെ അതിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക പ്രോഫിറ്റ് ലാഭം അല്ല. നമുക്ക് എന്നിരുന്നാലും നമുക്കൊരു മന്ത്ലി നോക്കുമ്പോൾ ഒരു 6-7 സ്റ്റോക്സിൽ നമ്മൾ എന്താ പറയുക എൻട്രി ചെയ്ത് നമുക്ക് അതിന് എന്താ പറയുക നമുക്ക് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ എന്താ പറയുക നോക്കുന്നത്. അതിന്റെ സ്റ്റോക്ക് സെലക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കിത് ഇപ്പൊ നിങ്ങൾ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ സ്ക്രീനിൽ ഈ മെയ് മാസത്തിലേക്ക് പറ്റിയ സ്റ്റോക്സ് ആണ് ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഇത് സ്റ്റോക്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് മിനിയാന്നായിരുന്നു. ഓക്കെ, ഇന്നലെ രാവിലെ ആയിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ നമുക്കൊരു സ്റ്റോക്ക് എന്താ പറയുക എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് ഇന്നലെ തന്നെ എന്താ പറയാ നമുക്ക് ടാർഗറ്റ് ഇന്നലെ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ടാർഗറ്റ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റോക്കാന്നുള്ള. ഇവിടെ നമുക്ക് എൻട്രി ഡേറ്റ് ഉണ്ട്. എൻട്രി ഡേറ്റ് എന്ന് പറയുമ്പോൾ എൻട്രി കിട്ടുന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഈ ഡേറ്റ് ഉള്ളത്. ഓക്കെ, ഇതാണ് സ്റ്റോക്സ്. നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ M&M, ബ്രിട്ടാനിയ, JSW, കോൾ ഇന്ത്യ, ആക്സിസ് ബാങ്ക്, SBI ബാങ്ക്, പവർ ഗ്രിഡ്, ഗ്രാസിൻ, ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, ITC, ബജാജ് ഓട്ടോ, ഹിൻഡാൽകോ, HDFC ബാങ്ക്, ഐഷർ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, ഭാരതി എയർടെൽ, ഡോക്ടർ റെഡി, ഏഷ്യൻ പെയിന്റ്സ്. ഓക്കെ, ഇത്രയും സ്റ്റോക്സ് ആണ്. നമുക്കൊരു 20 സ്റ്റോക്സ് ഉണ്ട്. ഇത് നമുക്ക് ഡെയിലി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോസ് ഉണ്ടാവും. നമുക്ക് ഇന്ന് ഏതെങ്കിലും എൻട്രി കിട്ടിയിട്ടുണ്ടോ, അതേപോലെ തന്നെ ഏതെങ്കിലും ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടോ, പുതിയ സ്റ്റോക്സ് ഏതെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ, ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാനുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക എല്ലാ ദിവസവും നമുക്കൊരു അപ്ഡേറ്റ് മാക്സിമം ട്രൈ ചെയ്യും അതിന് അപ്ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. M&M ഒക്കെ ലെവൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇതാണ് നമുക്ക് എൻട്രി ലെവൽ. ഇതിപ്പോൾ കറണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്താണിത്. രാവിലെ അപ്ഡേറ്റ് ചെയ്ത് ഇന്നത്തെ പ്രൈസുകളാണിത്. അപ്പൊ ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റോക്ക് ഇന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ITC എന്ന് പറഞ്ഞ സ്റ്റോക്ക് 445 ആയിരുന്നു. 444 നമുക്ക് 444.90 നമുക്ക് ഇന്ന് കിട്ടി. ഒരു 10,000. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വലിയൊരു എമൗണ്ട് ഇതിനകത്ത് ഇടാൻ പാടില്ല. നിങ്ങൾ ഇടേണ്ടത് വെറും 10,000 രൂപ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്റ്റോക്കിലേക്ക് നിങ്ങൾ 10,000 രൂപ കൂടുതൽ ഇടാൻ പാടില്ല. കാരണം നിങ്ങൾ 10,000 കൂടുതൽ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് ക്യാപിറ്റൽ വേണ്ടി വരും. ഇപ്പൊ 20 സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞായിരിക്കും നമുക്ക് എൻട്രി ഉണ്ടാവുക. ഒരു ഏകദേശം 1,00,000 രൂപ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 20 സ്റ്റോക്കിൽ ഒരു മാസം നമുക്ക് എൻട്രി എടുക്കാം. ഇന്ന് കണ്ടില്ലേ, ഇതുവരായിട്ട് നമുക്ക് എന്താ പറയുക ഇപ്പോഴും നമുക്ക് ഇൻവെസ്റ്റഡ് എമൗണ്ട് 20,000 ഉള്ളൂ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ടാർഗറ്റ് അടിക്കുക, ഒരു 3-4 സ്റ്റോക്ക് എടുത്ത് കഴിയുമ്പോൾ 4-5 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ടാർഗറ്റ് അടിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പൊ ആ എമൗണ്ട് നമുക്ക് ഫ്രീ ആയി. അപ്പൊ അതുകൊണ്ട് 10,000 രൂപ മാത്രമേ ഇടാൻ പാടുള്ളൂ. 8,000 രൂപയുടെ സ്വന്തം വേണ്ട. ബജാജ് ഓട്ടോ 8,900 ഒരു സ്റ്റോക്ക് എടുത്താൽ മതി. മനസ്സിലായില്ല, ഒരു സ്റ്റോക്ക് എടുത്താൽ മതി. അതിന്റെ നോക്കി ടാർഗറ്റ് നോക്കൂ 965 എന്ന് വെച്ചാൽ 8,950 നിന്ന് ഒരു 100 രൂപ.
ആ റേഞ്ചിലാണ് നമുക്ക് ആ ഒരു മതി. 100 രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കമ്മീഷൻ ഒന്നും വരാൻ പോലില്ല. 16 രൂപ നമുക്ക് അതിനകത്ത് വരും. 100 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. അത് അതിൽ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് വരുന്നുണ്ട് അതിന്റെ അടുത്ത് തന്നെ. സെക്കൻഡ് ടാർഗറ്റ് വരുമ്പോഴും നമുക്ക് 84ആണ്. കാരണം സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് എല്ലാത്തിലും നമുക്ക് വരുത്താൻ പറ്റില്ല. ഫസ്റ്റ് ടാർഗറ്റ് ചെറുതാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു 10-40 രൂപ എക്സ്ട്രാ ഉണ്ടാകും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഇങ്ങനത്തെ വലിയ സ്റ്റോക്കുകളാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഒരു വിഷയമില്ല. ഓക്കെ, അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 20,000 രൂപ എൻട്രി എടുക്കണമെങ്കിൽ എല്ലാ സ്റ്റോക്കും നിങ്ങൾ 20,000 എടുത്താൽ മാത്രമേ ആ ഒരു കാൽക്കുലേഷൻ ടാലി ആയി പോകുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്റ്റോക്കുകൾ 10,000 രൂപയും ചില സ്റ്റോക്ക് 20,000 രൂപയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാസത്തിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ആ 20,000 എടുത്ത സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും 10,000 രൂപ എടുത്ത സ്റ്റോക്ക് ടാർഗറ്റ് അടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 10,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ എൻട്രി ലെവലാണ് ഈ കാണുന്നത്. ഓക്കെ, അതിന്റെ എൻട്രി ലെവലാണ് ഇത്. നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന പ്രൈസുകളാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അത് ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ടാവും. നമുക്ക് എന്തെങ്കിലും എൻട്രി കിട്ടുന്ന കാണാം. ബ്രിട്ടാനിയയിൽ നമ്മൾ 2 സ്റ്റോക്ക് എടുത്തുള്ളൂ, പക്ഷെ 476 രൂപ നമുക്ക് കിട്ടി. ഇതാണ്ട 476 രൂപ എന്ന് പറയുമ്പോൾ 4.76 വിത്തിൻ എ ഡേ 4.76% ഗുഡ് ഇനഫ്. മനസ്സിലായില്ലേ? അത് നല്ലൊരു പെർസെന്റേജ് ആണ് അത്. 4.75. ഇനിയിപ്പോ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നോക്കിക്കോ, 150 രൂപ കിട്ടിയുള്ളൂ. 1.5%. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം ആയിരിക്കും. എന്നാലും 1.5% അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഇൻകം തന്നെയാണ്. മനസ്സിലായി? നമ്മൾ റിട്ടേൺസ് ആണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആവറേജ് ഇപ്പൊ ഇവിടെ ROI നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക രീതിയിലുള്ള റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ ഈ വീഡിയോ നമുക്ക് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും നിങ്ങൾക്ക് ലൈവ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.